ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. സ്കൂൾ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഒരു ബ്രേക്ക് എടുത്ത പോലെയായിരുന്നു, കാരണം കുറച്ച് തിരക്കായിരുന്നു. ഫസ്റ്റ് തിങ് പാരൻസ് മീറ്റിംഗ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ വിശേഷമാണ് പറയാനുള്ളത്. സെക്കൻഡ് തിങ്, ഞാനൊരു സൈക്കിളത്തോണിൽ പങ്കെടുക്കുകയായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനും അതിനെങ്ങനെ പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ, സ്കൂൾ സ്റ്റോറീസ്. എൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. ഇത് ഹാഫ് ഇയർലി SA1 പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. മോസ്റ്റ്ലി എനിക്ക് തെലുങ്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ പാരൻസ് വരുമ്പോൾ മോസ്റ്റ്ലി എനിക്കൊരു ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരായിരിക്കും ഞാൻ പാരൻറ്റിൻ്റെ അടുത്ത് പറയുന്ന കാര്യം സാറ് ആയിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ലൈക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ സം സ്റ്റുഡൻസ് ദേ കം വിത്ത് ദർ പാരൻസ് ടെല്ലിങ്, അതായത് പാരൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ബയോളജിക്ക് മാർക്ക് കുറവാണെന്ന് പറയും. അപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് ആ പേപ്പർ ഒന്ന് കാണിക്കാൻ പറയും. ലൈക്ക് ലിറ്ററലി ആ പേപ്പറിലൊന്നുമില്ല. ലൈക്ക് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ 2 ലൈൻ 3 ലൈനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവരത് പഠിച്ചിട്ടില്ല. ആൻഡ് ദ പാരൻസ് ആസ്കിങ് മീ, സർ വൈ മൈ സ്റ്റുഡൻറ്റ് ഈസ് ഗെറ്റിംഗ് ലോ മാർക്ക് ഇൻ ഓൺലി ഇൻ IIT ബയോ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ പറയും, യുവർ സൺ ഓർ യുവർ ചൈൽഡ് ഈസ് നോട്ട് റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പർലി, അതുകൊണ്ടാണ് അതവിടെ ഇല്ലാത്തത്. അപ്പോൾ ഉടനെ കുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ എനിക്ക് എടുക്കുന്ന ടോപ്പിക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ്. ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഏതൊരു ഭാഗത്തുള്ള ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വെൻ എ ടീച്ചർ ഈസ് ടേക്കിംഗ് ക്ലാസ്, അപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അത് അപ്പം ചോദിക്കണം ആ ടീച്ചറിൻ്റെ അടുത്ത്. അതല്ലാണ്ട് എക്സാമും കഴിഞ്ഞ് റിസൾട്ടും വന്നു കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്ത് വന്ന്, ടീച്ചർ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ ഐ ഡോണ്ട് നോ ഒരു ന്യായം ഉണ്ടെന്നുള്ളത്. അത് എന്താ പറയുക, ഒരു പാരൻസിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു രീതിയാണ് മാർക്ക് പറയുമ്പോൾ. അപ്പോൾ ലിറ്ററലി എൻ്റെ അടുത്ത് ഒരു കുട്ടി, സാർ എനിക്കത് മനസ്സിലായില്ല, ഞാൻ അപ്പം അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇഫ് ഐ എം നോട്ട് നോയിങ് ദാറ്റ്, ഞാൻ നാളെ ക്ലിയർ ചെയ്ത് തരാം എന്നും പറയും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് 2 or 3 എസ്പെഷ്യലി ഗേൾ ചിൽഡ്രൻ വേ ഡൂയിങ് ദാറ്റ് സെയിം തിങ്. അതായത് വീട്ടിൽ പോയിട്ട് പറയും സ്കൂളിൽ പഠിപ്പിച്ചത് മനസ്സിലായില്ല, പാരൻസ് ഉള്ളപ്പോൾ പറയും അതിൻ്റെ നേരെ തിരിച്ച് പറയും. അതായത് ലൈക്ക് ക്ലാസ്സിൽ മനസ്സിലായി, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ മറന്നു പോകണം എന്നുള്ള രീതി പറയും. ആക്ച്വലി ദേ വെർ കവറിങ് ദാറ്റ്, അവരുടെ മിസ്റ്റേക്ക് കവർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വിച്ച് ഈസ് നോട്ട് ക്വൈറ്റ് ഗുഡ് ആസ് കൺസിഡർ യുവർ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ഓഫ്കോഴ്സ് പാരൻസ് ഇമ്പ്രൂവ് ആയവരുണ്ട്, ഭയങ്കര സന്തോഷമായവരുണ്ട്. കുട്ടികൾ, ഐ ഓൾവേസ് ലൈക്ക് ചിൽഡ്രൻ ഗെറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്, നോട്ട് ദാറ്റ് ഔട്ട് ഓഫ് 50 45 വാങ്ങുക അല്ലെങ്കിൽ 50 വാങ്ങുക, അതല്ല എൻ്റെ കൺസിഡറേഷൻ. ഐ കൺസിഡർ അവർക്ക് കഴിഞ്ഞ എക്സാമിനെക്കാട്ടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അവർക്ക് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നന്നായി എഴുതാൻ പറ്റുന്നുണ്ട്, ഒരു ഡയഗ്രാം നന്നായി വരയ്ക്കാൻ പറ്റും. ഫോർ മീ ദാറ്റ് ഈസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഈ ഒരു കൊല്ലം ആവും. അപ്പോൾ അടുത്ത കൊല്ലമൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദിസ് വാസ് മൈ സ്കൂൾ സ്റ്റോറി. അപ്പോൾ ഇതേപോലെ സ്കൂളിലെ ഒറിജിനൽ റിയൽ വിശേഷങ്ങൾ, റിയൽ കൺസെപ്റ്റുകൾ, എന്തൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത്, ഒരു ടീച്ചർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള ഓരോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ കാണുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്യൂച്ചറിൽ ടീച്ചർ ആവാനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ വന്ന് പണി ടീച്ചർ ജോബ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. ഭയങ്കര രസമായിട്ടുള്ള വീഡിയോസൊക്കെ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്. ബൈ. ചിയേഴ്സ്.